വയലിൽ നിന്ന് പതുങ്ങി വന്ന് ഇതിനെ കണ്ടപ്പോൾ പശു ഓടി ഇത് പുറകെ ഓടി അടിച്ച് വീണു. അപ്പോൾ തന്നെ എല്ലാവരും ഒച്ചപ്പാടൊക്കെ വെച്ചപ്പോൾ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെ ഓടുക ചെയ്ത. ഇന്നലെ പശു വീണ സ്ഥലമാണ് ഇവിടെ. പശു ഇടുന്ന കടുവ അങ്ങനെ പായിപ്പിച്ചിട്ട് വന്നിട്ട് അവിടുന്നാ വന്നേ. അവിടെ പക്ഷേ ആളുകളുള്ള സ്ഥലമല്ലേ? ഉണ്ട്, ആളുകളുണ്ട്. ആളുകൾ അവിടെ പശുവിനെ വിട്ടിട്ട് തണുപ്പത്ത് കൂടെ ഒക്കെ ഇരിക്കുകയായിരുന്നു. ഇതിലിങ്ങനെ വന്നേ? ഇതിലിങ്ങനെ വായിപ്പിച്ച് കയറി. പിന്നെ പിടിച്ചതിന് ശേഷം ഫോറസ്റ്റുകാർ പശുവിനെ പീസാക്കി അതെന്തിന്? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പീസാക്കിയിട്ട് കടുവയ്ക്ക് തിന്നാൻ വേണ്ടിയാന്ന് തോന്നുന്നു കാട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അന്നേരം അവിടുന്ന് ഓടിച്ചോണ്ട് വന്നു. അവിടുന്ന് തുടങ്ങിയതാ? അതാ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്നു. അതാ മരച്ചെടിയില്ലേ അതിൻ്റെ അപ്പുറത്ത്. അവിടുന്ന് ഓടിച്ചിട്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്താ പറയുക, തേനീച്ച ഇളകിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കി, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ പുല്ല് ഞാൻ എന്താക്കി തന്നി. പിന്നെ അവിടെ വരെ ഓടിച്ച് ഇവരെ പൊടി ഇങ്ങോട്ട് തെളിച്ച് വിട്ടിട്ട് ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് അടിച്ചു. നേരിട്ട് കണ്ടല്ലേ? ഇങ്ങനെ ഓടിച്ച് ഇത്രയും ദൂരം ഓടിച്ചല്ലേ? കടന്നു വരുന്ന വഴിയാണ്. ആനല്ലേ? ഇത് ആന മാറ്റി വെച്ചേക്കുന്നത് ഇത് പോകാൻ പാകത്തിന്? ഇത് ആന ഇതിൻ്റെ ഇതൊന്ന് തുമ്പി കൊണ്ടെടുത്ത് മുകളിലിട്ട്. എന്നിട്ട് ഇതെന്താ കുനിഞ്ഞ് കിടക്കും? ഇതാ ആനൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് അതിനുള്ളിൽ ഇപ്പം കുനിഞ്ഞ് കിടക്കും. അല്ല, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തിരുനെല്ലി മാനിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പനവല്ലിക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇവിടെ ഒരു കർഷകൻ്റെ പശുവിനെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിനി ആ സ്ഥലത്തേക്ക് പോകാം. വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ്. നമ്മൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അറിയാം, കാടിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഒത്തിരി ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. മാനിക്കൊല്ലി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു തോടൊക്കെ പോകുന്നതാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു തോടും അതുപോലെ തന്നെ ഈ ഒരു പ്രദേശമൊക്കെ കാണാനായിട്ട്. ഒരു ഫോറസ്റ്റിനോട് ചേർന്നൊരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ചൂടൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഇവിടേക്ക് എത്തിക്കുന്നെങ്കിൽ പെട്ടെന്ന് തണുപ്പൊക്കെ കാലാവസ്ഥയൊക്കെ മാറി ഒരു തണുപ്പൊക്കെ എത്തി കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു നാടൊന്ന് കണ്ട് അങ്ങോട്ട് നടന്നു പോകാം. ഞാൻ കുറച്ച് നേരം എൻ്റെ ഈ നാട്ടിലെ ഒരു വിഷ്വലൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കയറി വന്ന ആ ഒരു പാലം ഇതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. പക്ഷേ ഇത്തരത്തിൽ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട് വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ വന്യജീവികളുടെ ശല്യമൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രദേശം തന്നെയാണിത്. അതായത് നമുക്കിനി ആ ഒരു സ്ഥലത്തേക്ക് പോകാം. എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ കൂടെ നിരവധി വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒത്തിരി കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു തൊട്ടുമൂല മാനിക്കൊല്ലി ഈ ഒരു ഭാഗത്തേക്ക് ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. അതൊരു പക്ഷേ ഇവിടെ വന്യജീവി പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അധികം പുറത്തേക്കൊന്നും ഇതിൻ്റെ വിശദവിവരങ്ങളൊന്നും പുറത്ത് വരാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെയാണ് പശുവിനെ നഷ്ടമായത്. നമുക്ക് ഏതായാലും അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിനോദ്. ഈ സ്ഥലത്തിൻ്റെ പേര് മാനിക്കൊല്ലി. എപ്പോഴായിട്ടാ ശരിക്കും സംഭവം ഉണ്ടായത്? ഇത് ഇന്നലെ ഒരു 11:30 മണിയോടെ ആണ് സംഭവം നടക്കുന്നത്. അതായത് ഇന്നലെ വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച. ഇത് എവിടെ വെച്ചാൽ ഈ സംഭവം നടന്നത് ശരിക്കും? ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏരിയ ആണ്. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ അപ്പുറം വയലിൽ നിന്നാണ്. വയലിൽ നിന്ന് പിടിച്ചത്. അപ്പോൾ പശുവിനെയൊക്കെ തീറ്റിക്കാൻ ആ ഭാഗത്തേക്കാണോ കൊണ്ടുപോകുന്നത്? പശുവിനെ ഞങ്ങൾ ഡെയിലി ആ ഭാഗത്ത് കൊണ്ടുവിടില്ല, തീറ്റിക്കാറ്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടല്ലേ? വയലിനോട് ചേർന്ന് ഫോറസ്റ്റ് ഉണ്ട്. എങ്ങനെ നേരിട്ട് കണ്ടോ? കണ്ടു. ഞാനല്ല, പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇതുപോലെ പശുക്കളൊക്കെ വിടുന്ന ആൾക്കാരുണ്ട് അവിടെ. അവരായിരുന്നു, ഞാൻ ടൗണിലേക്ക് പോയിരുന്നു. അവരാണ് നോക്കിയേ. അവരടുത്ത് വിട്ടിട്ടാണ് പോയത്. ഞാൻ വരുന്നവരെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അന്നേരം അവരെ മുന്നിൽ വെച്ചാൽ പിടിച്ചത്. ആണല്ലേ? വലിയ കടുവയെന്ന് പറഞ്ഞേ? വലിയ കടുവ ആണല്ലേ? സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. ഇതൊക്കെ ശരിക്കും എന്താ തോട്ടങ്ങളാണ്? ഇതൊക്കെ തോട്ടം. ആരുടെയാ ഇതൊക്കെ? ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ? ഇവിടെ അല്ല, ഇതൊക്കെ പ്രൈവറ്റ് തന്നെയാണ്. പ്രൈവറ്റാണ്. ഇതൊക്കെ കോളനിയാണ് ഈ കാണുന്നത്. കോളനി അല്ലേ? ഇതാണ് മാനിക്കൊല്ലി കോളനി.
അതപ്പോൾ ഇതിൻ്റെ കുട്ടിയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പശു അല്ലേ? പശു. ഓഹോ. അത് ഈ പശു എത്ര പ്രായമുള്ള? ഇത് ഒരു 5.5-6 വയസ്സിൻ്റെ ഇടയിൽ വരും. ആണല്ലേ? ചെന ഉണ്ടായിരുന്നോ? ചെന 2.5 മാസം ആണല്ലേ? ചെനയുണ്ട്. ഇത് ഫോറസ്റ്റുകാരോട് അറിയിച്ചോ? ഓ, ഫോറസ്റ്റുകാരോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നോ? അവർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അല്ലേ? ഇതുവരെ ചെയ്തിട്ടില്ല? പോസ്റ്റ്മോർട്ടം ചെയ്തോ? ആ. ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. കാര്യങ്ങൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അന്നേരം നാളെ തരാമെന്നാണ് പറഞ്ഞത്. ആണല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് പിടിച്ച് കൊണ്ടുപോയോ അവിടുന്ന്? പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓട്ടിച്ചിട്ട് ആണ് ഇത് അടിച്ചത്. വയലിൽ നിന്ന് പതുങ്ങി വന്ന് ഇതിനെ കണ്ടപ്പോൾ പശു ഓടി ഇത് പുറകെ ഓടി അടിച്ച് വീണ്. അപ്പോഴത്തേനും എല്ലാവരും ഒച്ചപ്പാടൊക്കെ വെച്ചപ്പോൾ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഒഴിവാക്കാല്ലേ? അങ്ങനെ ഓടുക ചെയ്ത. ആ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ കടുവയല്ലാതെ മറ്റ് വന്യജീവികളുടെ പ്രശ്നമൊക്കെ ഉണ്ടോ? ഉണ്ട്. ആന ഭയങ്കര പ്രശ്നമാണ്. ആന വന്നായിട്ടുണ്ടല്ലേ? ആന ഭയങ്കര ശല്യം. ഇത് ശരിക്കും തിരുനെല്ലി കാടിനോട് ചേർന്നുള്ള പ്രദേശം അല്ലേ? തിരുനെല്ലി കാടിനോട് ചേർന്നുള്ള പ്രദേശം. അപ്പം അങ്ങനെ രാത്രി ഈ ഭാഗത്തൊക്കെ കാണുമല്ലേ? ആന ഡെയിലി ഇറങ്ങും. ഡെയിലി ഇറങ്ങുമല്ലേ? ഡെയിലി ഇറങ്ങും. പകൽ പ്രശ്നമുണ്ടോ? പകലും ചിലപ്പോൾ ചില ടൈമുകളിൽ പകൽ പുഴയിൽ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. പുഴയിലല്ലേ? ഈ പറയുന്ന വയലിൻ്റെ അടുത്ത് പുഴയുണ്ട്. പുഴയല്ലേ? ഇതൊക്കെ ആന കിടക്കുമ്പോൾ. ആണല്ലേ? ഇത് ഫോറസ്റ്റാ? ഇത് ഫോറസ്റ്റാ. ഈ കമ്പിയൊക്കെ ഉണ്ടല്ലോ, ഇത് പടക്കം വെച്ചിരിക്കുകയാണ് അവിടെ. ഇതിൽ വന്ന് ആന തട്ടുമ്പോൾ ഇത് കമ്പിയില്ലേ? പടക്കം വീണ് പടക്കം പൊട്ടും. അങ്ങനെയാണ്. പടക്കം പൊട്ടും. പടക്കം പൊട്ടും. ഇതിൽ പടക്കം എവിടെ ഇരിക്കുന്നത്? പടക്കം അതാ അവിടെ വെക്കുക. ഇതാ സ്റ്റാൻഡ്, ഇതിൻ്റെ സ്റ്റാൻഡ് അവിടെ. അങ്ങനെ അല്ലേ? ഇതൊക്കെ ശരിക്കും കോളനിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലം അല്ലേ? ഇതിവിടം വരെ കോളനി. ഇവിടെ പിന്നെ ഒരു പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമല്ല. ഈ വയലും പ്രൈവറ്റ് സ്ഥലം തന്നെയല്ലേ? വയലും പ്രൈവറ്റ്. ഇതിവിടെ പടക്കം വെക്കുക. മറ്റല്ലേ? പിത്തലോട്ട് വീഴുമ്പോൾ പൊട്ടൂല്ലേ? പൊട്ടും. ഇതൊക്കെ ഈ ഇടയ്ക്കൊക്കെ ആന ഒന്ന് തട്ടി വീണ് പൊട്ടിയതിൻ്റെ ഇതാണ്. അതൊക്കെ ഈ കമ്പി വന്ന് ആന തട്ടുമ്പോൾ ഈ കല്ല് ഉരുണ്ട് വീണ് പടക്കം പൊട്ടുന്ന കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫെൻസിങ് അല്ലേ ഇത്? അത് നമ്മുടെ സ്വന്തം ഫെൻസിങ്. ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ അത്? അതുണ്ട്. ഇതൊക്കെ ആന പൊളിച്ച് കടന്നാണിത്. ഇതിങ്ങനെ പോകുന്നല്ലേ? അതിപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഇതിൽ കയറി പോയതല്ലേ? കൂടുതലും രാത്രി തന്നെയല്ലേ വരുന്നത്? കൂടുതലും രാത്രി. കാടിനോട് ഇത്രയും ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് രാത്രിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛൻ്റെ കാലം മുതലേ ആണല്ലേ ഇവിടെ സ്ഥിര താമസക്കാരാണ്. ഇതിങ്ങനെ ക്ലോസ് കെട്ടിയേക്കുന്നത്? ഇതൊക്കെ ആന വന്ന് തട്ടാൻ വേണ്ടല്ലേ? വേണ്ടി. തട്ടിയാൽ ഇത് വീഴുമായിരിക്കും അല്ലേ? വീഴും. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലേ? വേറെ രാത്രി തന്നെ പിടിപ്പിക്കുമോ? നമ്മളൊന്ന് പിന്നെ ഉച്ചപ്പാടൊക്കെ ആക്കി ആനനെ കയറ്റി വിട്ട് പിന്നെ രാത്രി തന്നെ വെക്കും. പിന്നെയും വരും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും. ഭംഗിയുള്ള ഒരു ഗ്രാമം കേട്ടോ. ഇത് എന്ത് മരം? അത് ഇത് വേങ്ങ ചോട്ടിൽ മാവ്. നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ ചാണകം മെഴുകുന്നതായിരിക്കും അല്ലേ? ചാണകം മെഴുകും. ഇവിടെ കൂടുതലും ആളുകൾ പശുവിനെ തീറ്റയാണ് ജീവിക്കുന്നത്. പശു വളർത്തുന്നല്ലേ? മിക്കവാറും വീട്ടിലുണ്ടാവും അല്ലേ? മിക്കവാറും വീട്ടിലുണ്ട്. ക്യാമറ സ്ഥാപിച്ചോ? ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? ഈ ഫെൻസിങ് നിങ്ങൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ടല്ലേ? ഇതെല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ഇതുണ്ടെങ്കിലേ ഇപ്പം രക്ഷയുള്ളൂ. രക്ഷയുള്ളൂ. അതെന്താ ഗുണ്ട വെക്കുക? ഇത് ഗുണ്ട് പോലത്തെ ഒരു പടക്കം. അത് കല്ല് വീഴുമ്പോൾ പൊട്ടും. നല്ല സൗണ്ട് ഉണ്ടാവും. നല്ല സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ടോർച്ച് എടുത്ത് വന്ന് അടിച്ചു വെക്കുമ്പോൾ ഈ സൗണ്ട് കേട്ടാൽ ആന പോവൊന്നുമില്ല. ഇത് നമ്മൾ ആന വന്നു എന്നറിയാനുള്ള ഒരു സിഗ്നൽ മാത്രമാണ്. ഇത് പ്രൈവറ്റ് ആൾക്കാരുടെ സ്ഥലമായിരിക്കും. ഇതൊക്കെ പ്രൈവറ്റ്. ഇത് അവർ സ്വന്തമായിട്ടായിരിക്കും ഈ ഫെൻസിങ്? സ്വന്തമായിട്ട്. ഇതും കളയാറുണ്ടോ ആന? ഇത് ആന വന്നിട്ട് ഈ കാലിന് ചവിട്ടും. സ്ഥിരം കളയാറല്ലേ? സ്ഥിരം കളയും. കാല് ചവിട്ടി മറിച്ചിട്ട് ആന കടന്നു പോകും. അല്ലേ? ആനയ്ക്ക് കൃത്യം അറിയാമല്ലേ? ആനയ്ക്ക് എല്ലാം കറക്റ്റ് അറിയാം. എൻ്റെ വീട്ടിലാരൊക്കെ ഉള്ളത്? എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും ഭാര്യയും മക്കളും. കൂടുതലും കാപ്പിയല്ലേ ഈ ഭാഗത്ത്? കൂടുതൽ കാപ്പി. പിന്നെ വയലുകളിൽ വാഴ, നെല്ല്
ഇതൊക്കെ കൃഷിയുണ്ട്. നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു സംവിധാനം എല്ലായിടത്തും കാണാം കേട്ടോ. ഇവരെല്ലായിടത്തും ഇത് ചെയ്യുന്നുണ്ട്. കാരണം വേറെ നിവൃത്തിയില്ല. ഇത് ആനനെ പ്രതിരോധിക്കാൻ അവരുടേതായ രീതിയിലുള്ള ചെറിയൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. കറണ്ട് വെച്ചിട്ടുള്ള ഫെൻസിങ് ഒന്നും ചെയ്യാനായിട്ട് ഇവർക്ക് എപ്പോഴും പറ്റില്ല. അതൊക്കെ വലിയ ചിലവുള്ള പരിപാടിയാണ്. പൈസ കുറവുള്ള ആൾക്കാർ ഇത്തരം മാർഗ്ഗങ്ങൾ ചെയ്യും. പൈസ ഉള്ളവർ ഇതുപോലെ കറണ്ടിൻ്റെ ഫെൻസിങ് എടുക്കും. അതും ശാശ്വതമൊന്നുമല്ല. അങ്ങനെ അതും പൊളിച്ചിറങ്ങും കേട്ടോ. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് ഒന്നും ഇല്ല ഇവിടെ. ഇതാ ഫോറസ്റ്റിൻ്റെ ഫെൻസിങ്ങിൻ്റെ അതും വലിയ ശാശ്വതമൊന്നുമല്ല. ആണല്ലേ? മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. മൈൻഡിന് എവിടെയെങ്കിലും ആന മറിച്ച് കളയല്ലേ? പൊട്ടിക്കും, അവർ വന്ന് കെട്ടിപ്പോകും. അത് എത്ര മണിയാകുമ്പോൾ ചാർജ് ചെയ്യുന്നതായിട്ട്? 5 മണി 6 മണിയോ? ഏത് ഈ ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് അതൊരു 7 മണി ആ സമയമാകുമ്പോൾ. ആ സമയം വരിക. ഇതൊക്കെ ഉള്ള വാഴത്തോട്ടം, ഇതൊക്കെ ആന നിന്ന് തീർക്കാം. ഓ ഇത് പൊളിച്ചിട്ട് ഇറങ്ങുന്ന? ഇതൊക്കെ പൊളിച്ചിട്ട് ഇറങ്ങും. ഈ വാഴയൊക്കെ ആന കളഞ്ഞ? ഇതെല്ലാം ആന കളഞ്ഞ വാഴയാണ്. ഇത് പോയിട്ട് പിന്നെ രണ്ടാമത് മുളച്ച് വന്നത്? അത് പോയടത്തുനിന്ന് രണ്ടാമതും. ഇത് മൊത്തം കളഞ്ഞാലേ? മൊത്തം കളഞ്ഞു. ഇതെന്ന് കളഞ്ഞ സംഭവം? ഇതിപ്പം 1 മാസമായി. അറിഞ്ഞേ ഇല്ല കേട്ടോ. അറിഞ്ഞെങ്കിൽ എത്തിയേനെ. അതല്ലേ? അറിഞ്ഞില്ല. അതായത് ഇവിടെ മൊത്തം വാഴകൾ നിന്ന സ്ഥലമാണ് കേട്ടോ. ആ വാഴ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേന്ന് അതിൻ്റെ ചോട്ടിൽ നിന്ന് വീണ്ടും മുളച്ച് വന്നിരിക്കുന്ന കാരണം ഈ പ്രദേശം മൊത്തം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിൽ ചിന്തിച്ചാൽ മതി എന്തോരം പോയി എന്നുള്ളത്. നിറച്ചും പോയി കേട്ടോ. ഈ ഒരു പ്രദേശത്തെ കംപ്ലീറ്റ് വാഴ മതി. എന്തായാലും കടന്നു വരുന്ന വഴിയാണ് ആനല്ലേ? ഇത് ആന മാറ്റി വെച്ചേക്കുന്നത് ഇത് പോകാൻ പാകത്തിന്? ഇത് ആന ഇതിൻ്റെ ഇതൊന്ന് തുമ്പി കൊണ്ടെടുത്ത് മുകളിലിട്ട്. എന്നിട്ട് ഇതെന്താ കുഞ്ഞ് കിടക്കുമോ? ഇതാ ആനൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് അതിനുള്ളിൽ ഇപ്പോൾ കുഞ്ഞ് കിടക്കും. അല്ല, കവച്ച് കിടക്കുമോ? കവയ്ക്കില്ല, കുഞ്ഞ് കിടക്കും. കുഞ്ഞ് കിടക്കും. നിരങ്ങി ഇറങ്ങും അല്ലേ? ഇതാ ഇവിടെ ഇതിന് ഇതൊരു കാലുണ്ടായിരുന്നു. ഇത് നേരെ ആക്കാൻ പറ്റൂല നിങ്ങൾക്ക്? പൊട്ടിച്ചിട്ടാ? ഏത്? ഇത് മറിച്ച് കളഞ്ഞാലേ? മറിച്ച് കളഞ്ഞതാ. ഇതുണ്ടായത് ഇതൊക്കെ പൊട്ടിച്ച് വലിച്ചാടിയതാണ്. അപ്പോൾ ഇതിങ്ങനെ കറണ്ട് കൊടുത്താൽ ഇത് ഷോർട്ടായി പോവോ? ഇതിലിപ്പോൾ കറണ്ട് ഇല്ല. ആണല്ലേ? ഇത് ഫോറസ്റ്റിൻ്റെ ആണോ? അതെ. അല്ലല്ല, ഇത് പ്രൈവറ്റിൻ്റെ തന്നെ അല്ലേ? അത് ഈ നെല്ലിൻ്റെ പിന്നെ ടൈം വരുമ്പോൾ മാത്രം ആവൂലേ? ക്ലിയർ ആക്കും. അത് കഴിഞ്ഞാൽ ഒഴിവാക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി പൊട്ടിക്കൊണ്ടിരിക്കും. ആണല്ലേ? ഇതാണോ ഈ പറഞ്ഞ വയലെന്ന്? ഇതാണ് ഇപ്പോൾ നമ്മൾ വയൽ. ഇതിൻ്റെ ഏത് സൈഡിലായിട്ടാണ് സംഭവം? അങ്ങോട്ടാ? ഇത് ഇവിടെയൊക്കെ താമസക്കാരുള്ളതാണോ? ഇതൊക്കെ രാത്രി കൃഷിക്ക്, നെൽകൃഷിക്ക്, ഈ വാഴയ്ക്കൊക്കെ ഉള്ള കാവലാണ്. കാവൽക്കാരല്ലേ? കാവൽക്കാരാ. എപ്പോഴെങ്കിലും ആളുകളുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ? ഫുൾ ടൈം ആളുകൾ ഉണ്ടല്ലേ? ഇവിടെ കാവൽ, നെൽകൃഷി കാവൽ കിടക്കുന്ന ഒരു പെരയാട്ടോ കാണുന്നത്. അതിൻ്റെ അപ്പുറവും കാണാൻ വരണം. അവിടെ അത് കച്ചിയല്ലേ കൂട്ടിയിട്ടേക്കുന്നത്? അത് കച്ചി. ഇപ്രാവശ്യത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് മൊത്തം ആന കളയുന്നുണ്ടായിരുന്നോ? ആന ഭയങ്കര ശല്യം. ആന കുറേ തിന്നുപോയി. ആണല്ലേ? ഇത് പിന്നെ ഇങ്ങനെ മാടത്തിലൊക്കെ കിടന്ന് അങ്ങനെയൊക്കെ കുറേ പിടിച്ച് നിർത്തുന്ന യുദ്ധമല്ല ശരിക്കും? ശരിക്കും ആനയും കൃഷിക്കാരായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. പക്ഷേ നീ കൃഷി അല്ലെങ്കിൽ പശു ഇതുമായിട്ട് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ വയലൊക്കെ നെൽകൃഷി എടുത്തിയാ. ഈ വെറുതെ ഇത് മൊത്തം നെൽകൃഷി എടുക്കുന്നു. പിന്നെ അത് അവിടെ വാഴയുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം ആനൻ്റെ ശല്യം കൊണ്ട് പിന്നെ ഇപ്രാവശ്യം ചെയ്തില്ല. മുടക്കുന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിലൊക്കെ വരുന്ന ഇതിലൊക്കെ വരുന്ന ഇത് ആന മാത്രമല്ലല്ലോ? അല്ല, ആന മാത്രമല്ല, കാട്ടി അതുകൊണ്ട് എന്തോ പോകുന്ന വെച്ചേക്കുന്നുണ്ട്. എന്തോ ഉണ്ടല്ലോ അപ്പുറത്ത്? ഉണ്ട്, നടക്കുന്ന വെച്ച കേൾക്കാം. കാട്ടുപോത്തും ഉണ്ടല്ലേ അവിടെ? കാട്ടുപോത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ. ഇതൊക്കെ ആന കടന്നു പോയതല്ലേ? ഇതൊക്കെ ആനേൻ്റെ അടയാളം. ഇതിലിങ്ങനെ പോലെ ഇതിലിങ്ങനെ ഈ വാഴേൻ്റെ ഉള്ളിലേക്കൊക്കെ വരാൻ വേണ്ടി. ഈ കടുവ രണ്ടാമത് വന്നോ പിന്നെ പിടിച്ചതിന് ശേഷം? പിന്നെ പിടിച്ചതിന് ശേഷം ഫോറസ്റ്റുകാർ പശുവിനെ പീസാക്കിയിട്ട്. പീസാക്കിയോ? പീസാക്കി. അതെന്തിന്? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പീസാക്കിയിട്ട് കടുവയ്ക്ക് തിന്നാൻ വേണ്ടിയാന്ന് തോന്നുന്നു കാട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പോസ്റ്റ്മോർട്ടം സാധാരണ മൊത്തത്തിലല്ല ചെയ്യണ്ടേ? അവർ കടുവയ്ക്ക് തിന്നാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. കടുവയ്ക്ക് തിന്നാൻ കാട്ടിക്കൊണ്ടിട്ട് അവിടെ ക്യാമറയും വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന കേട്ടോ അങ്ങനെ സംഭവം. അങ്ങനെയാണ് ഇപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യല്. ചേട്ടനോട് അങ്ങനെയാണ് പറഞ്ഞത്? നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ലേ? കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. നഷ്ടപരിഹാരം തരുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം കറക്റ്റ് പിന്നെ ഇപ്പോൾ ഈ കടുവ ഇനിയും വരുമെന്നും പറയാൻ പറ്റില്ല. കടുവ വരും, എന്തായാലും വരും. കടുവ ഇവിടെ ഇന്നലെ അത് തിന്നിട്ടില്ലല്ലോ അല്ലേ? ഇന്നലെ തിന്നിട്ടില്ല. വേറെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇനി ഇറങ്ങൂല? ഇറങ്ങും.
അതല്ല ഇപ്പം ആൾക്കാർക്കും ഭീഷണിയാണ്. ഇപ്പോൾ പശുക്കളെ മേയ്ക്കുന്ന ആൾക്കാർക്ക് പോകുന്ന ആൾക്കാരല്ലേ? ആ ഭീഷണിയാണ്. കാരണം പശുക്കളെ വിട്ടിട്ട് ഈ തണുപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ മെല്ലെ പതുങ്ങി വന്നാൽ പുറകിൽ പിടിച്ചാലേ പുറകൊന്നും പിടിച്ചാൽ അറിയില്ല. ഇടയ്ക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നതല്ല. അതെന്താ? പശുക്കൾ പശുവാണ്. അവിടെ ഇപ്പോൾ ആൾക്കാരുണ്ടാവോ? ഉണ്ടാവും. ഉണ്ടാവില്ല. ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം നോക്കി നിൽക്കണമല്ലേ? രാത്രി ആവുമ്പോൾ വീട്ടിൽ കൊണ്ടുവരുമോ? വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേന് വീട്ടിലേക്ക് കൊണ്ടുവരും അല്ലേ? 4-4:30 ആകുമ്പോഴത്തേന് ഇവിടുന്ന് കൊണ്ടുപോകും. ഓഹോ. ഇതിൻ്റെ ഒരു 3 സൈഡും ഫോറസ്റ്റ് തന്നെയല്ലേ? 3 സൈഡും ഫോറസ്റ്റാണ്. ഇത് ആന സ്ഥിരം കിടക്കുന്ന സ്ഥലം. ഇതിലാണ് പശുവിനെ മുറിച്ച് വലിച്ചു കൊണ്ടുപോയത്. ഓ, ഇതിലാണ് പശുവിനെ കൊണ്ടുപോയത്? ഇതിലെ അവർ ഫോറസ്റ്റുകാർ മുറിച്ച് കൊണ്ടുപോയത്. ഇവിടെ ഇട്ടിട്ടാണ്. ഇത് ഫോറസ്റ്റുകാർ കൊണ്ടുപോയതാ? ആ ചോരപ്പാട് അതിന് മുറിച്ച് വലിച്ചു കൊണ്ടുപോയതാ. ഇതിലാണ് അപ്പോൾ കടുവ പോയത്? ഇതിലെ തന്നെ കടുവ. കാൽപ്പാട് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ഇവരെല്ലാം കൂടെ ഇതിൽ നടന്നു പോയതിന് ശേഷം പാട് കാണാതെ പോയതാ. ഇവിടെയൊക്കെ ചോരപ്പാട് ഈച്ചയൊക്കെ കാണാമല്ലോ. ഈ വഴിക്കാണ്. എന്താ ഈ പശുവിനെ ശരിക്കും വലിച്ചുകൊണ്ട് പോയി അങ്ങോട്ട്? ഇല്ല, പശുവിന് പശു ഇവിടെയാണ് വീണ. ഇവിടെ വീണേ? ഇതൊക്കെ എന്താ? ഇത് ആനപ്പിണ്ടല്ലേ? ഇത് ആനപ്പിണ്ട. ആന സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ? വെള്ളം കുടിക്കാൻ വന്ന് നിൽക്കുന്ന? ഇന്നലെ പശു വീണ സ്ഥലമാണ്. ഇവിടെ പശു ഇടുന്നല്ലേ? കടുവ അങ്ങനെ പായിപ്പിച്ചിട്ട് വന്നിട്ട് അവിടുന്നാ വന്നേ? ഓ, അവിടെ പക്ഷേ ആളുകളുള്ള സ്ഥലമല്ലേ? ഉണ്ട്, ആളുകളുണ്ട്. ആളുകൾ അവിടെ പശുവിനെ വിട്ടിട്ട് തണുപ്പത്ത് കൂടെ ഒക്കെ ഇരിക്കായിരുന്നു. ഇതിലിങ്ങനെ വന്നേ? ഇതിലിങ്ങനെ വായിപ്പിച്ച് കയറി. ഇവിടെ നോക്കിയാൽ കാൽപ്പാട് കിട്ടൂലേ? കടുവേൻ്റെ കാൽപ്പാട് കണ്ട പൂട്ടിയിട്ടത് കൊണ്ട് ഇനിയിപ്പം അത് പ്രൈവറ്റാണ്. പ്രൈവറ്റ്. ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? നോക്കി, ആന ഇവിടെ സ്ഥിരം നിൽക്കും കേട്ടോ. സ്ഥിരമായിട്ട് ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിലാണ് ആനയും കടുവ ഇതിലെ തന്നെയല്ലേ വന്നത്? കടുവ ഇതിലെ തന്നെയാണ്. കടുവ ഇതിലെ തന്നെയാണ് വന്നതും തിരിച്ച് കയറി പോയതൊക്കെ. ഇവിടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്ന് കഴിഞ്ഞ് പോയതാട്ടോ. മൊബൈലിൽ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ? പശുവിൻ്റെയാ? പശുവിൻ്റെയോ കാൽപ്പാടിൻ്റെ ഒക്കെ? കാൽപ്പാടില്ല, പശു വീണ് കിടക്കുന്ന. ഇത് പശുവിൻ്റെയാണിത്. കയറ്. ഇതൊക്കെ പശുവിൻ്റെ കയറാം. അല്ലേ? ഇവിടെ കുറേ മെനക്കെട്ടിട്ടുണ്ട്. ഇവിടെ കുറേ പശുവും കടുവയായിട്ട് മൽപ്പടം നടന്നല്ലേ? ശരിക്കും എവിടെയാണ് കിടന്നത്? ആ വെള്ളത്തിലാണ്? പശു ആ വെള്ളത്തിലാണ് വീണ് പോയത്. ഓഹോ. ഇവിടെയൊക്കെ ഒരു മണം ഉണ്ടല്ലേ? അതാ ആ പശുവിൻ്റെ തന്നെയാ? അത് പശുവിൻ്റെ. പശു അവിടെ ചാണകം വിട്ടുപോയി കേട്ടോ. മൽപ്പടത്തിൽ ഇവിടെ നിന്നാണ് സംഭവം നടന്നത്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ആ പശുവിനെ പിടിച്ച ആ ഒരു പ്രദേശമൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എന്താ പറയുക, ബാക്കി പശുക്കളെ കെട്ടിയിരിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അല്ലെങ്കിൽ ഈ പശുക്കളെ ഇന്നലെ ഈ പശുവിനെ കടുവ നേരിട്ട് കണ്ട ആൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ. ബാക്കി പശുക്കളെ കെട്ടിയിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് നമുക്കിവിടെ കാണാം. പശുക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നോക്കുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം കടുവേനെ നേരിട്ട് കണ്ടതാണ്. ഈ കടുവ പശുവിനെ പിടിക്കുന്നത് നേരിട്ട് കണ്ടതാട്ടോ. മൂപ്പരാണ്ടേ? ഇവരിവിടെ സ്ഥിരം പശുവിനെ വിട്ടോണ്ടിരിക്കലുള്ളതാ. ഓഹോ. അങ്ങനെ ഞങ്ങളെല്ലാം ഒന്നിച്ച് പശുവിനെ വിടല. ഇന്നലെ ചേട്ടൻ പോയ സമയത്ത് ഇന്നലെ പോയപ്പം ഇവരാണ്ടായത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കടുവ ഓടിച്ച് കൊണ്ടുപോയി പിടിക്കുന്നത്. അല്ല, ഇവിടെ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പശുക്കളെയൊക്കെ തീറ്റുന്ന ചേട്ടനെ വിടുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സോമൻ. ചേട്ടന് നേരിട്ട് കണ്ടോ ഇന്നലെ കടുവ? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അന്നേരം അവിടുന്ന് ഓടിച്ചോണ്ട് വന്നു. ഓ, അവിടുന്ന് തുടങ്ങിയതാ? അതാ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്നു. അതാ മരച്ചെടിയില്ലേ അതിൻ്റെ അപ്പുറത്ത്. അവിടുന്ന് ഓടിച്ചിട്ട് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്താ പറയുക, തേനീശ ഇളകിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കി, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ പുല്ല് ഞാൻ എന്താക്കി തന്നി. പിന്നെ അവിടെ വരെ ഓടിച്ച് ഇവരെ കൂടി ഇങ്ങോട്ട് തെളിച്ച് വിട്ടിട്ട് ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് അടിച്ചു. നേരിട്ട് കണ്ടല്ലേ? ഇങ്ങനെ ഓടിച്ച് ഇത്രയും ദൂരം ഓടിച്ചല്ലേ? ഓടിച്ചിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഈ പശു ഇതിലെ പോയിട്ട് ഈ വയലിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞതായിരിക്കും. അവിടെ തിരിയുമ്പോഴായിരിക്കും അടിച്ചിട്ടുണ്ടാവുക. കാരണം ഞാൻ ഒന്നര പോയി നോക്കുമ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇരുന്നല്ലേ? അതാ ഈ പ്ലാസ്റ്റിക് കണ്ടു. അവിടെ ഇരിക്കുമ്പോഴാണ് ഇത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെന്താ ഈ തേനീച്ച എങ്ങനെ ഇളകിയിട്ട് പശു ഓടുന്നല്ലേ? അപ്പം ഇതിൻ്റെ പുറകെ കടുവേനെ കണ്ടില്ലായിരുന്നു? അപ്പം കണ്ടില്ലായിരുന്നു? അന്നേരം കണ്ടിട്ടില്ല. പിന്നെ ഒരു ചോപ്പ് അതാ അവിടെ എത്തുമ്പോൾ ഒരു മഞ്ഞ നിറം. അവിടെ എത്തുമ്പോൾ? അവിടെ എത്താറായപ്പോൾ
കണ്ട്. ആ ആ പിന്നെ ഇതിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇവരെ കൂടി ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് വീണ് കിടക്കും. ആണല്ലേ? എന്നിട്ട് ചേട്ടനടുത്ത് ചെന്നപ്പോൾ ഈ കടുവ ഉണ്ടോ അവിടെ? അതിനെ കണ്ടിട്ടില്ല, ആ കടുവനെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കാൽപ്പാടുണ്ട്. ചേട്ടൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കും കയറിപ്പോയി. ഒറ്റയില്ല, എനിക്ക് ഈ ശ്വാസമുട്ടൽ കൊണ്ട് ഒറ്റയിടാനാവില്ല. ഞാൻ ഇവിടെ പോയി തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഈ കയറൊന്നും അയച്ചിട്ടില്ലല്ലോ. 2-3 വീഴ്ചയൊക്കെ വീണിട്ട് അങ്ങോട്ട് പോയിരുന്നു ഞാൻ. പശുവാ? അല്ല, ഞാൻ ചേട്ടനാണ്. ആ, ഈ ശ്വാസമുട്ടൽ കൊണ്ട് എനിക്ക് ഓടാനാവില്ല. അങ്ങനെ ഓടി പോയി നോക്കുമ്പോൾ ഇത് വീണ് കിടക്കുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ആ ചെളിയിൽ കാൽപ്പാടുണ്ട് അങ്ങോട്ട് കയറിയത്. കടിച്ച് കൊന്ന അപ്പത്തേക്കും ചത്തായിരുന്നല്ലേ? ഓ, ഞാൻ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട്. ആണല്ലേ? അപ്പം പിടിച്ചിട്ട് ചേട്ടൻ ചെല്ലുന്നതിൻ്റെ ഒച്ച കേട്ടിട്ട് വിട്ടിട്ട് പോയതായിരിക്കും മിക്കവാറും. അങ്ങനെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അന്ന് പിന്നെ ഇന്ന് പകലും എല്ലാം അങ്ങനെ എല്ലാം കേട്ടോ? ഇന്നൊന്നും കേട്ടില്ല. ഞാൻ ഇന്ന് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞാൻ ഇന്ന് ഇതിലിങ്ങനെ പോയിട്ടില്ല, അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി. ഇതിന് മുന്നേ ചേട്ടൻ ഇങ്ങനെ കടുവനെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ആ, ഇതിന് മുന്നേ ഞാൻ കണ്ടില്ല. അല്ലേ? അതാ ആ കാട്ടിൽ നിന്ന് ഒരു കിടാവിനെ പിടിച്ചപ്പോൾ. അത് എത്ര നാളായി? അത് കൊല്ലങ്ങളോളായി. അല്ലേ? അത് മറ്റേ വെളുത്തിട്ട് ഈ മഞ്ഞ തുള്ളി പോലത്തെ ആ സാധനം അവിടെ കണ്ടത് ഞാൻ. പിന്നെ മറ്റേ ഇവരെ ഞാൻ കുറേ കടുവകളെ കണ്ടിട്ടുണ്ട്. പട്ടി കടുവുണ്ട്, അത് ഈ കരിയില പോലത്തെ. ഈ പട്ടിക്കടുവ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാവരും പറയുന്നത് പട്ടിക്കടുവ എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലി തന്നെ അല്ലേ? പുള്ളിപ്പുലി അല്ല. അതായത് ഇതാ ഈ നിറം ഉണ്ടാവും. നമ്മൾ ഈ ഉണങ്ങിയ കരിയിലയിൽ കിടന്നാൽ അതിനെ കാണില്ല. ഈ പട്ടിക്കടുവ അങ്ങനത്തെ ഇതാ. അത് അപ്പാളല്ലേ, ആ സ്റ്റേജ് ഉണ്ടാവും. എന്നിട്ട് ചേട്ടൻ പിന്നെ എന്താ ചെയ്തേ? ആൾക്കാരെ വിളിച്ചോ? എന്താ വിളിക്കാൻ ഇവിടെ ആരുമില്ല, ഒന്നുമില്ല. പിന്നെ ഒരാളവിടെ വാഴ കെട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കൂക്കിയപ്പോൾ അയാളൊക്കെ വന്നു. പിന്നെ എല്ലാവരും വന്ന് കൂടി ഇവിടെ. പിന്നെ അതിലേ പിന്നെ ബിനുണ്ടമ്മ കുറേ കഴിഞ്ഞിട്ട് വന്നു. ഞാൻ മരുന്നിന് പോയതാ. ആ, അവിടെ വാഴ അതിൻ്റെ ഉള്ളിൽ പണിക്കാരുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിലും ഇവിടെ വിശ്രമിക്കുന്ന സമയത്തൊക്കെയാണ് വരുന്നെങ്കിലേ. ചിലപ്പോൾ ഇവിടെ ഈ വഴിക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്നതായിരിക്കും. പറയാൻ പറ്റില്ല, അവിടെ തോടുണ്ടല്ലോ. തോടുള്ളതുകൊണ്ട് തോട്ടിലൊക്കെ കയറിയിട്ട് വരുന്നതായിരിക്കും. ഇതിന്റെ മുന്നേ ഇവിടെ ആടുകളെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ടല്ലേ? അതാ അവിടുന്ന് ഒരാടിനെ പിടിച്ചതാ. പിടിച്ചല്ലേ? ഓ, ചേട്ടൻ തന്നെയാ? പക്ഷെ അത് നേരിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അടുത്ത് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് അപ്പുറത്ത് ചാടി പിടിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയിട്ടിട്ട് ഇതിലെ കയറിപ്പോയി അതിനെ പിടിച്ചോണ്ടെന്ന് ആടിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് അതങ്ങോട്ട് പോയി പിടിച്ച് കാട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോയി. പുറകെ ബഹളം വെച്ച് പോയപ്പോൾ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നിന്ന്. അത് കടുവയല്ല, അത് പുലിയാ. അത് പുലിയായിരുന്നല്ലേ? ഈ വഴിക്കാട്ടോ കടുവ പശുവിനെ ഓടിച്ച് കൊണ്ടുപോയത്. അവിടുന്ന് നേരെ ഇങ്ങനെയാണ് കൊണ്ടുപോയത്. ഇതും കഴിഞ്ഞ് ഇപ്പുറത്തൊരു വയലുണ്ട്. ഈ വയലിൽ നിന്ന് കിട്ടും ചേട്ടാ. ഇതൊക്കെ ആന പൊട്ടിച്ചിട്ടേ. ഇത് ആനയുടെ പരിപാടിയാണ്. ആന കിടക്കുന്ന വഴി. ആന നടന്ന് ഇങ്ങനെ ചെയ്താ? ആന നടന്നത് വണ്ടി പോകുന്ന വഴി പോലെ അല്ലേ? സ്ഥിരം ഇത് നിങ്ങൾ വെള്ളം പോകാൻ വേണ്ടി വെട്ടിയിട്ടേക്കുന്നതാണ്. അല്ലല്ല, ഇത് കണ്ടോ, ഇത് മൊത്തം ആനേൻ്റെ പാടാ. ഓ, ഇത് നേരാണേ. ഇത് മൊത്തം ആനയുടെ കാൽപ്പാടാ കേട്ടോ. ഇഷ്ടം പോലെയാണല്ലോ. ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ കണ്ട? അങ്ങോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അല്ലേ? ആ വാഴ കണ്ടിട്ട് വരുന്നതാണ്. ആ പിടിച്ച സ്ഥലം എവിടെയായിരുന്നു? അവിടെയാ? ഇതിലിങ്ങനെ ഓടിച്ചിട്ടുണ്ടോ? ഉറപ്പാണോ? ഇതിലെ പോയിട്ടുണ്ട്. ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ടതാണ്. കുഴി കുറേ കാണുന്നുണ്ടല്ലേ? ഒരുപാട് മനസ്സിലാവുന്നില്ല, പക്ഷെ നമുക്ക് ഏകദേശം ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. കടുവൻ്റെ പാട് തന്നെയാണ്. വളവ് കാണുമ്പോൾ അറിയാം ഏകദേശമാണ്. പക്ഷെ അത് പക്മാർക്കായിട്ട് തന്നെ കണ്ടാലേ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരുള്ളൂ. ഇങ്ങനെ കണ്ട പോയെന്ന് തോന്നുന്നല്ലേ? ഇങ്ങനെ അതിൽ വരുന്നതാണ്. പക്ഷേ ഇതാ തന്നെയാണ് എൻ്റെ പാട് തന്നെയത്. പക്ഷെ അതിപ്പോൾ അത് തന്നെയാണ്. പക്ഷെ എത്താവുന്നില്ല. അങ്ങനത്തെ മണ്ണായതുകൊണ്ട് അതിൻ്റെ ഫുട് പ്രിൻ്റ് കറക്റ്റ് കിട്ടിയേക്കാം. എന്താ കണ്ടോ? അതെ.
ഇവിടെ കിടന്നല്ലേ? ഇവിടെ ഇവിടെ നിന്ന് വന്നിട്ട് പുള്ളി ഇങ്ങോട്ട് ചാടി കയറി അല്ലേ? ഈ സ്ഥലത്താണ് സംഭവിച്ചേട്ടോ. ഇവിടെയാണ് പശു കിടന്നത്. മിക്കാതെ ആ ചേട്ടൻ അവിടെ നിന്ന് തല്ലിപ്പിടിച്ച് വന്നപ്പോഴേ ഒച്ച കേട്ടിട്ട് സംഭവം ഇട്ടിട്ട് പോയതാണ്. ഇട്ടിട്ട് പോകാൻ സാധ്യത കുറവാണ്. അയാൾ വെച്ചിട്ടപ്പം ഇട്ടിട്ട് പോയതാണ്. അങ്ങനെ പോയതാണ്. അയാൾ ഇതിലിങ്ങനെ വന്നു. അതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ ആന കളഞ്ഞിട്ടേക്കുന്നല്ലേ? ഇതെല്ലാം ആന പറിച്ചു കളഞ്ഞു. നമ്മൾ ആദ്യം അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ വീടിൻ്റെ മുറ്റത്തുള്ള വേങ്ങമരമാണിത്. ആ വേങ്ങയുടെ ചുവട്ടിൽ നമുക്ക് ചുവട്ടിൽ നിന്ന് ഒരു മാവ് പൊങ്ങി നിൽക്കുന്നതാണ്. വലിയൊരു മാവായിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് നാച്ചുറൽ ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ബഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പരിപാടി പ്രകൃതി സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത്. ആ ഒരു മരത്തിൽ നിന്നാണ്, ഈ വേങ്ങ മരത്തിൽ നിന്നാണ് ഈ ഒരു മാവ് മുളച്ച് നിൽക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് പണിക്കാർ ഇട്ടിട്ട് പോയല്ലേ? പണിക്കാർ കഴിച്ചിട്ട് പോയിട്ട് മുളച്ച് വന്നതാണ്. ഏതായാലും നമ്മളിപ്പോൾ വയനാട് മാനിക്കൊല്ലി എന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു. നമ്മൾ ഈ ബിൻചേട്ടൻ്റെ പശുവിനെ ഇന്നലെ കടുവ പിടിച്ച സംഭവങ്ങളൊക്കെ ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കണ്ടു. പശുവിൻ്റെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം അവർ പീസാക്കി ഒരു കഷ്ണം കടുവയ്ക്ക് ഭക്ഷിക്കാനായിട്ട് കാലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടുവെന്നാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത്. ബാക്കി ഭാഗം എന്ത് ചെയ്തു? മൊത്തം കൊണ്ടിട്ടു പീസാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞാൽ കടുവയ്ക്ക് തിന്നാനായിട്ട്. ഇപ്പോൾ ഏതായാലും കടുവ ഇങ്ങോട്ട് അത് തിന്നാനായിട്ട് ഏതായാലും ഇങ്ങോട്ട് വരികയില്ല. ഇത്തരത്തിലാണ് കേട്ടോ ഇങ്ങനെ അതിർത്തി സ്ഥലങ്ങളിൽ, അതായത് ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന കർഷകർക്കൊക്കെ ഇതുപോലെ പല സമയത്തായിട്ട് പല തോതിലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ നമുക്കറിയാം. അപ്പോൾ അവരുടെ അതേ ജോലി തന്നെയാണ് ഇത്തരത്തിൽ അതിർത്തി ഭാഗങ്ങളിലൊക്കെ ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന കർഷകരൊക്കെ ചെയ്യുന്നത്. അവരുള്ളത് കൊണ്ടാണ് വന്യമൃഗങ്ങൾ നമ്മുടെ അടുത്തേക്കൊന്നും എത്താതെ പോകുന്നത്. എന്നിട്ടും എത്തുന്നുണ്ട്, അത് വേറെ കാര്യം. ഏതായാലും ഇത്തരത്തിൽ ഇങ്ങനെ ഫോറസ്റ്റുമായിട്ട് അതിര് പങ്കിടുന്ന പ്രദേശത്തുള്ള ആളുകളുടെ കാഴ്ചകളും അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. വീണ്ടും ഒരു പശുവിനെ കൂടെ കടുവ പിടിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി അങ്ങോട്ട് കൂടത്തേ ഉള്ളൂ. ഓൾറെഡി ഈ വർഷം നമ്മളിപ്പോൾ എത്രാമത്തെ വിഷയമാണ് ഇതുപോലത്തെ കാണുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ സീസണാണ്. ഈ ഒരു വരുന്ന 2-3 മാസത്തോടെ ഇതിലും രൂക്ഷമായിട്ട് ഇനിയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.